ശിഹാബ് തങ്ങൾ റിലീഫ് കമ്മിറ്റിയും കരുവാരകുണ്ട് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയും ചേർന്ന് കരുവാരകുണ്ടിലെ 70 വയസ്സ് കഴിഞ്ഞ 100 കാരണവന്മാർക്ക് കിസ്വ പെരുന്നാൾ വസ്ത്രം വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ ഓരോ വാർഡിൽ നിന്നും 5 കാരണവന്മാരെ തിരഞ്ഞെടുത്താണ് പെരുന്നാൾ സമ്മാനം നൽകിയത്. വിതരണോദ്ഘാടനം പാണക്കാട് സയ്യിദ് മുഈൻ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എൻ ഉണ്ണീൻകുട്ടി, എം കെ മുഹമ്മദ് അലി, ബി പി ജസീറ, കോഴിപ്പാടൻ ബാപ്പുട്ടി, നാണിത്തങ്ങൾ, റൌഫ് പറ്റയിൽ, അയൂബ് മേലെടുത്ത് എന്നിവർ സംസാരിച്ചു. എ കെ അംസക്കുട്ടി, ബഷീർ ഹാജി, യൂസുഫ് കുരിക്കൽ, അംസാസ് ബുഗാൻ, നാസർ മലനാട്, കബീർ കക്ര, തൊണ്ടിയിൽ ഷൗക്കത്ത്, കല്ലായി അബുഹാജി എന്നിവർ നേതൃത്വം നൽകി. അടുത്ത തലമുറകൾക്ക് വേണ്ടിയിട്ടാണ് അവർ അത്രയും അത് സഹിച്ച് കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചതൊക്കെ. അത് സാമ്പത്തികമായിട്ടുള്ള മേഖലയാണെങ്കിലും, അല്ലാത്ത രാഷ്ട്രീയമായിട്ടുള്ള മേഖലയാണെങ്കിലും, ആത്മീയമായിട്ടുള്ള മേഖലയാണെങ്കിലും ഒക്കെ, സാമ്പത്തികമായിട്ടാണെങ്കിലും അധികം ചിലവൊന്നും ചിലവഴിക്കാതെ ഒക്കെ സൂക്ഷിച്ച് വെച്ച് സ്വരൂപിച്ച് വെക്കുന്ന ആ ഒരു അടുത്ത തലമുറക്ക്. അതുപോലെ തന്നെ ആത്മീയമായിട്ട് നമുക്കറിയാൻ പറ്റും, മദ്രസകൾ ഈ കാണുന്ന നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള എത്രയോ മഹത്വമുള്ള കുറേ മസ്ജിദുകളുണ്ട്, മദ്രസകളുണ്ട്, അനേക സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങൾ എത്രയും സൗകര്യപ്രദമാക്കാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങളുടെ ദീർഘവീക്ഷണം, നേതാക്കന്മാരുമായിട്ടുള്ള ബന്ധവും അതൊക്കെ കൃത്യമായിട്ട് പ്രതിഫലിച്ചിട്ടുണ്ട്. ഈ പച്ചക്കൊടി അർദ്ധചന്ദ്ര താരാങ്കിത ഹരിത പതാക 75 കൊല്ലം മുമ്പ് കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് സ്ഥാപിച്ച കാലഘട്ടത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ലാതെ കരുവാരക്കുണ്ടിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ചരിത്രം അങ്ങനെ പറയാം. കെ ടി മാണി മുസ്ലിയാര് ഈ മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തകനായിരുന്നു. പിന്നീട് അദ്ദേഹം പള്ളി ദർസിൽ ഓതാൻ പോയപ്പോൾ ഫീൽഡ് മാറി ആ രീതിയിലേക്ക് പോയി. അങ്ങനെ ഉയർന്ന പണ്ഡിതനായി, നേതാവായി, അതോടൊപ്പം ലീഗുകാരനും ആയിരുന്നു. ആദ്യത്തെ പ്രസിഡന്റിനെ, പഞ്ചായത്ത് ബോർഡിന്റെ പ്രസിഡന്റിനെ കുഞ്ഞുമൈദി മുസ്ലിയാരെ തീരുമാനിക്കാൻ നെച്ചിക്കാടൻ എണ്ണീൻകുട്ടി ഹാജിയുടെ വീട്ടിൽ പോയി അത് വേണം എന്ന് പറഞ്ഞ 2 ആള്, ഒന്ന് കൊളക്കാടൻ മുഹമ്മദ് ഹക്കീം, ഒന്ന് കെ ടി മാണി മുസ്ലിയാർ. അങ്ങനെയാണ് കരുവാരക്കുണ്ട് പഞ്ചായത്തിലെ ആദ്യത്തെ പ്രസിഡന്റ് കുഞ്ഞുമൈദി മുസ്ലിയാരാണ്. അവിടെ നിന്നോട്ട് ലീഗ് ഇവിടെ ഇങ്ങനെ വളരെയാണ്. ഇവിടെ വലിയ സംഘടനയാണ്. ഞാൻ നീട്ടി പറയുന്നു. ഒരുപാട് ആളുകൾ മരിച്ചു പോയി. അബ്ദുള്ള ഫുഹാജിക്ക് മുമ്പ് ഈ പറഞ്ഞ ചേക്കുണ്യാജിയും മരക്കാർ സാഹിബും ഒരുപാട് ആളുകൾ മരിച്ചു പോയി. ഇപ്പൊ ഈ അടുത്ത ദിവസം ചെറുമല അബ്ദുവാക്ക കേമ്പുകുന്നത്ത് മരിച്ചു പോയി. ലീഗിന്റെ കൊടി പിടിച്ച് കിലോമീറ്ററുകൾ നടന്ന് യാത്ര ചെയ്ത് ലീഗ് കെട്ടിപ്പടുത്ത ആളുകളാണ്. അതിൽ അവശേഷിക്കുന്ന നമ്മുടെ ആളുകളാണ് പേരിക്കുന്ന എന്റെ ജ്യേഷ്ഠ സഹോദരന്മാർ. വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒന്ന് വിളിച്ചു കൂട്ടുക എന്ന് ഞങ്ങൾ അമ്മാരി പറഞ്ഞല്ലോ, അതേപോലെ വിളിച്ചു കൂട്ടിയാണ്. നിങ്ങളോട് ഞങ്ങൾ ഒന്നും പറയുന്നില്ല. നിങ്ങൾക്കപ്പോൾ പള്ളിയിലും വീടുകളിലുമായി വിശ്രമിക്കുന്ന ആളുകളാണ്. വലിയ സംഭവമൊന്നല്ല ഞങ്ങൾ തരുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു പെരുന്നാൾ സമ്മാനം. അന്നത്തെ ദിവസം നമുക്കൊരു വെള്ള തുണിയും ഒരു വെള്ള ഷർട്ടും ധരിച്ച് പള്ളിയിലേക്ക് പോകാൻ, ഈദ് നിസ്കാരത്തിന്, പെരുന്നാൾ നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോകാൻ വസ്ത്രം തരാം. അത് നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി ഒരുക്കൂട്ടുമ്പോ എന്തെങ്കിലും ഒന്ന് തരണല്ലോ. നോമ്പ് തുറക്കാൻ പരിപാടിക്ക് വിളിച്ചപ്പോൾ ഈത്തപ്പഴം കൊടുക്കുന്നത് പോലെ അത്ര കൂട്ടിയാൽ മതി. ചെറിയ സംഭവം. പക്ഷെ ഞങ്ങൾ അതിക്കാരെ കാണുന്നത് ഈ ഒരുമിച്ച് കൂടലാണ്. ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടേണ്ട, ചേർത്ത് പിടിക്കേണ്ട കാലഘട്ടം. നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ പാർട്ടിയും ഈ പ്രസ്ഥാനവും ഈ രാജ്യത്ത് നിലനിൽക്കണം. രാജ്യത്തിന്റെ അവസ്ഥ വളരെ മോശമാണ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളും മതമില്ലാത്ത ജീവനുകളും പ്രശ്നങ്ങളും പ്രവർത്തനങ്ങളും ലഹരിയും മാഫിയകളും ഒക്കെയായി നാട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ സമുദായത്തിന്റെ ഐക്യത്തിന് വേണ്ടി, അഖണ്ഡതയ്ക്ക് വേണ്ടി ഒറ്റക്കെട്ടായി ഈ സമുദായം വേണം. നമുക്ക് ഇവിടെ ഖിയാമത്ത് നാൾ വരെ ഈ പ്രസ്ഥാനം നിലനിൽക്കണം. ഇവിടെ ദീനും നിലനിൽക്കണം, ദീനും ലീഗും നിലനിൽക്കണം. അതിനുവേണ്ടി നിങ്ങളൊക്കെ പ്രവർത്തിക്കണം. നിങ്ങളൊക്കെ പ്രവർത്തിക്കുമ്പോൾ, ഞങ്ങളൊക്കെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളൊക്കെ ഞങ്ങൾക്ക് ഊർജം പകരണം, പ്രാർത്ഥിക്കണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇങ്ങനെ ഈ ഒരു പുണ്യകർമ്മം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പുണ്യം. ഞങ്ങൾ ചെയ്യുന്ന ഈ പാർട്ടി പ്രവർത്തനത്തിന് കാലം വരെ ഒരുപാട് പ്രവർത്തനങ്ങൾ, ഇലക്ഷന് നേരിടുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും MSFന്റെയും ഒക്കെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ടെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നല്ലൊരു പ്രവൃത്തി
നമുക്ക് ഇത്ര മാനസികമായി ഇത്ര സന്തോഷം നൽകുന്ന പ്രവൃത്തിയാണ് ഞങ്ങൾക്ക് ഈ പുണ്യ റമദാൻ ചെയ്യുന്നത്. നിങ്ങളൊക്കെ പ്രാർത്ഥന ഞങ്ങൾ അതൊക്കെ തരാൻ വേണ്ടി ബഹുമാന്യായ പാണക്കാട് സയ്യിദ് മൊയ്ൻ അലി ശിഹാബ് തങ്ങളെയാണ് നമുക്ക് കിട്ടിയിട്ടത്. നമുക്കറിയാം, നമുക്ക് രാഷ്ട്രീയപരമായി സാമുദായികമായി നമുക്ക് നേതൃത്വം നൽകുന്ന പാണക്കാട് കുടുംബത്തിൽപ്പെട്ട ഏറ്റവും ബഹുമാന്യായ മർഹൂം സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ പുത്രൻ മൊയ്ൻ അലി തങ്ങളാണ്. നിങ്ങൾ കായികത്തിനെ കണ്ടവരാണ്, ബാബയ്ക്ക് തങ്ങളെ കണ്ടതാണ്, പൂക്കോയ തങ്ങളെ കണ്ടവരാണ്, സിരി സാഹിബിനെയും CH നെയും അനുഭവിച്ചറിഞ്ഞവരാണ്. അതുപോലെ ഭാഷാ സമരത്തിൽ വളരെ വീറോടെ പങ്കെടുത്ത ആളുകൾ എനിക്ക് മുന്നിലുണ്ട്. നിങ്ങളൊന്നും ഈ പ്രസ്ഥാനത്തെ യാതൊരു ഉപാധികളുമില്ലാതെ സ്നേഹിച്ചവരാണ്. ഒരിക്കലും നിങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ മുൻപിൽ നിങ്ങളുടെ ഒരവസ്ഥത്തിന് വേണ്ടിയിട്ട് കൈനീട്ടിയിട്ടില്ല. പക്ഷേ ഈ പ്രസ്ഥാനത്തിന് എന്തെങ്കിലും ചെറിയ നഷ്ടം സംഭവിക്കുമ്പോൾ വളരെ വേദനിച്ചവരാണ് നിങ്ങൾ. നമ്മൾ ഈ ഒരുമിച്ച് കൂടിയത്, എനിക്ക് ആദ്യമായി പറയാനുള്ളത്, നിഷ്കളങ്കമായ മനസ്സോടു കൂടി നമ്മുടെ ഈ മുസ്ലിം ലീഗിന്റെ പ്രസ്ഥാനത്തിന്റെ നിങ്ങളെ ക്ഷണിച്ചപ്പോൾ ഈ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ ഒരുമിച്ച് കൂടിയതിന് അല്ലാഹു ഒരു സാലിഹായ അമലായി സ്വീകരിക്കട്ടെ എന്ന് ഞാൻ ആദ്യമായി പ്രാർത്ഥിക്കുന്നു. ഇത്തരം ഒരു സദസ്സ് ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് മുസ്ലിം ലീഗും ശിഹാബ് തങ്ങൾ റിലീഫ് കമ്മിറ്റിയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ശിഹാബ് തങ്ങൾ റിലീഫ് കമ്മിറ്റിയുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് 100 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അത് മുസ്ലിം ലീഗിനെ വളർത്തിക്കൊണ്ടുവന്ന കാരണവന്മാരായ കരുവാരകുണ്ട് പഞ്ചായത്തിലെ കാരണവന്മാരായ 100 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇങ്ങനൊരു കൂട്ടായ്മ അല്ലെങ്കിൽ സംഘം വിളിച്ചുകൂട്ടിയ ഈ സംഘാടകരെ ഒരുപാട് അഭിനന്ദിച്ചുകൊണ്ട് അഭിമാനകരമായ ഒരു രാഷ്ട്രീയ പ്രവേശനമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന്റെ അംഗത്വം എടുക്കാറുണ്ട്. കുറെ കാലം വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ പ്രവർത്തിച്ചെങ്കിലും അതൊന്നും ഒരു യുദ്ധത്തും ഈമാനുമില്ലാത്ത പ്രവർത്തനമായിരുന്നു എന്ന തിരിച്ചറിവ് അന്നും ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്, എന്നും ഉണ്ടാവും. അതെല്ലാം കാരണം ഈ ഇരിക്കുന്ന കാരണവന്മാരുടെ എല്ലാം പ്രാർത്ഥനകളാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ടത്തിൽ പ്രവർത്തിക്കാൻ കിട്ടിയ ഈ അനുഗ്രഹത്തിൽ 1000 പ്രാവശ്യം അള്ളാഹുവിനോട് സ്തുതിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകൾ നേർന്നു. ഈ ഒരു പുണ്യമാസത്തിൽ ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു പ്രവൃത്തിയും അതിനുവേണ്ടി ഇവിടെ പ്രയത്നിച്ചിട്ടുള്ള എല്ലാവരുടെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് വനിതാ ലീഗിന്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊള്ളുന്നു.